അങ്ങനെ ഞങ്ങളവിടെ എത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം ഫെറിയിലോട്ട് നടക്കേണ്ട. കാരണം ഈ ഫെറിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് സ്പൈക്ക് ഐലൻഡിലോട്ട് പോകാൻ പറ്റുന്നത്. സ്പൈക്ക് ഐലൻഡ് എന്ന് പറയുന്നത് ശരിക്കും പഴയ അയർലൻഡിലെ പണ്ടത്തെ ഒരു ജയിലുകളാണ്. അത് അതിനകത്ത് ഒത്തിരി പഴയ ജയിലുകൾ അതുപോലെ തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട്. ഇവരെല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി ആ സ്പൈക്ക് ഐലൻഡിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് ബോട്ടിൽ ട്രാവൽ ചെയ്ത് പോയാലാണ് അവിടെ പോയി ഇറങ്ങി ഏകദേശം ഒരു 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ മുമ്പ് കഴിഞ്ഞൊരു വർഷത്തിലാണ് അവിടെ പോയതും. അതിനുശേഷം ഈ പ്രത്യേകിച്ച് ഈ കോർക്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോപ്പ് ശരിക്കും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഈ കോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരവും അതുപോലെ തന്നെ കടലും ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഒരു വ്യൂ ആണ് അത്. കാരണം ഈ ഒരു വ്യൂവിലോട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്, ഇപ്പം ഞങ്ങൾ കയറി വന്ന ഒരു എൻട്രൻസ് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു ഗാർഡൻ ഏരിയയാണ്. അവിടെ നമുക്കവിടെ €2 ഡൊണേഷൻ പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ കയറി നമുക്ക് ആ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. കാരണം ഈ ഒരു വ്യൂ ശരിക്കും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് കോർക്കിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വ്യൂവും കൂടെയാണ് ഈ കോപ്പിയിൽ ഈ ഒരു സ്ഥലത്തു നിന്ന് കാണുന്നൊരു വ്യൂ. കാരണം അതിൻ്റെ ഒരു ഭംഗി കാരണം വീഡിയോസിലും ഫോട്ടോസിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഒരു ഭംഗി വളരെ മനോഹരമാണ്. കാരണം ഈ ഒരു സമയത്ത് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കാനായിട്ടൊക്കെ പറ്റി. അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളിതൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വിട്ടോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.